തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കാൻ കേന്ദ്രം. ഇനി പുതിയ പദ്ധതി. 125 ദിവസം തൊഴിൽ, 15 ദിവസത്തിനുള്ളിൽ വേതനം. തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായി സൂചന. ഗ്രാമീണ കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും 100 ദിവസത്തെ വേതന തൊഴിൽ ഉറപ്പ് നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം റദ്ദാക്കുന്നതിനുള്ള ഒരു ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പുതിയ പേര്. ഇതിന്റെ ചുരുക്കപ്പേര് വിബിജി റാംജി എന്ന് വിളിക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പൂർണ്ണമായി പൊളിച്ചെഴുതാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇതിന് പ്രകാരം പേയ്മെന്റ് ഭാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറും. ഗ്രാമീണ തൊഴിൽ പരിപാടി പ്രകാരം തൊഴിൽ ചെലവിന്റെ പൂർണ്ണ കേന്ദ്ര ബാധ്യതയും മെറ്റീരിയൽ ചെലവിന്റെ 75% ബാധ്യതയും എന്ന നിലവിലെ മാനദണ്ഡത്തിന് വിരുദ്ധമായ ഫണ്ടിംഗ് രീതി 60% കേന്ദ്രവും 40% സംസ്ഥാനവുമായിരിക്കും. 2047 വികസിത് ഭാരതിന്റെ ദേശീയ ദർശനവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഗ്രാമീണ വികസന ചട്ടക്കൂട് സ്ഥാപിക്കുക, ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ വേതന തൊഴിലെന്ന നിയമപരമായ ഉറപ്പ് നൽകുക, പ്രായപൂർത്തിയായ അംഗങ്ങൾ അവിദഗ്ധ കായിക ജോലികൾ ഏറ്റെടുക്കുക, സമ്പന്നവും സ്ഥിരതയുള്ളതുമായ ഒരു ഗ്രാമീണ ഭാരതത്തിനായി ശാക്തീകരണം, വളർച്ച, ഒത്തുചേരൽ, സാച്ചുറേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പുതിയ ബിൽ 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി 125 ഉയർത്താൻ നിർദ്ദേശിക്കുന്നു. കേന്ദ്ര സർക്കാർ വേതന നിരക്കുകൾ പ്രഖ്യാപിക്കേണ്ടതാണെങ്കിലും നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വേതനത്തെക്കാൾ കുറവായിരിക്കരുത്. വേതനം ആഴ്ചയിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ നൽകണം. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മ വേതനം നൽകണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം കാർഷിക സീസണുകളിൽ ഒരു ജോലിയും അനുവദിക്കില്ല എന്നതാണ്. വിതയ്ക്കൽ, വിളവെടുപ്പ് കാലയളവുകൾ ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ വർഷത്തിൽ 60 ദിവസം വരെ വിജ്ഞാപനം ചെയ്യണം. കർഷകർക്ക് തൊഴിലാളി ക്ഷാമം തടയുകയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിൽ വിപണികളെ വികലമാക്കുന്നു എന്ന വിമർശനം പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ജോലികളുടെ രൂപരേഖ ബില്ലിൽ നൽകിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: ജലസുരക്ഷ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ, ഭൂഗർഭജല റീചാർജ്, ജലസേവനം, വനവൽക്കരണം, പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ശുചിത്വം, സോളാർ വിളക്കുകൾ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, സംഭരണം, വിപണികൾ, സ്വയം സഹായ സംഘങ്ങളുടെ കെട്ടിടങ്ങൾ, ക്ഷീര കർഷകർ, മത്സ്യബന്ധനം, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ, കാലാവസ്ഥയും ദുരന്ത പ്രതിരോധവും, വെള്ളപ്പൊക്ക സംരക്ഷണം, സൈക്ലോൺ ഷെൽട്ടറുകൾ, അണക്കെട്ടുകൾ, അഗ്നിശമന മാനേജ്മെന്റ് തൊഴിലാളികളുടെ ബയോമെട്രിക് പ്രമാണീകരണം, ജിയോ ടാഗ് ചെയ്ത വർക്ക് സൈറ്റുകൾ, മസ്റ്ററുകൾ, തത്സമയ ഡാഷ്ബോർഡുകൾ, പ്രതിവാര പൊതു വെളിപ്പെടുത്തലുകൾ, AI അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് അപകട സാധ്യത ലഘൂകരണം, ഗ്രാമസഭകളുടെ നിർബന്ധിത സോഷ്യൽ ഓഡിറ്റുകൾ എന്നിവയിലൂടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ വളരെ കർശനമായ നിരീക്ഷണവും ബിൽ അവതരിപ്പിക്കുന്നു. 2005 അന്നത്തെ UPA സർക്കാരാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്. 2009 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു. സാമൂഹിക സുരക്ഷാ നടപടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിന്റെ കീഴിൽ ജോലി ഒരു നിയമപരമായ അവകാശമായി സ്ഥാപിച്ചു. ഇതുപ്രകാരം തൊഴിലാളികൾ ആവശ്യപ്പെടുമ്പോൾ തൊഴിൽ നൽകാൻ സർക്കാർ ബാധ്യസ്ഥനാണ്. ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുക, ഗ്രാമീണ സമൂഹങ്ങളെ ശാക്തീകരിക്കുക, ഗ്രാമങ്ങളിൽ സുസ്ഥിരമായ ആസ്തികൾ സൃഷ്ടിക്കുക എന്നിവയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്.